നമ്മളെക്കാളും നിശ്ചയം അവർക്കാണല്ലോ. അതെ, എന്നാ പിന്നെ അങ്ങനെ മതി, ഞാൻ സംസാരിക്കാം. ശരിയുണ്ട്, ഞാനിവിടെ ഉണ്ട്. ആ സാർ, സ്റ്റേറ്റ് സെക്രട്ടറി താഴെ എത്തിയിട്ടുണ്ട്. ഞാൻ വിളിക്കാം. മീഡിയയ്ക്കും സ്റ്റാഫിനുള്ള അപ്ഡേറ്റ്സ് ഇപ്പോൾ കൊടുക്കണ്ട, PR എന്നോട് പറഞ്ഞേക്കും. അപ്പോൾ അത് തന്നെയാ തീരുമാനം. ഹോൾഡ് ചെയ്യാം. സംസ്ഥാനത്തെ ഏറ്റവും സമുന്നതനായ നേതാവാണ് ആക്രമിക്കപ്പെട്ടത്. അതിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ലല്ലോ. ജില്ലാ സെക്രട്ടറി NV ഗോപിനാഥ് നയിക്കുന്ന സമാധാന സന്ദേശ യാത്രയിൽ ഈ കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഗൺമാൻ അടക്കമുള്ള പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ നൽകിയിട്ട് പോലും ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പോലീസിന്റെ വീഴ്ചയല്ലേ? ആഭ്യന്തര വകുപ്പും സർക്കാരുമല്ലേ പ്രതിക്കൂട്ടിൽ? പോലീസിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടും. കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാവും. ഗൺമാൻ അടക്കമുള്ളവരിൽ കൃത്യവിലോപം വന്നിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കും. ഈ കൃത്യവിലോപം എന്ന് പറയുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി പെട്ടെന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ സാറിന്റെ കാര്യം പോക്കാം. ഭായ്, ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച എന്നൊക്കെ പറയുമ്പോ അവർക്ക് മുഖരക്ഷയ്ക്ക് ഒരു ബലിയാട് വേണ്ടേ? സസ്പെൻഷൻ ഉറപ്പാടും, ചിലപ്പോ ഡിസ്മിസലും. എൻക്വയറി റിപ്പോർട്ട് പോലെ ഇരിക്കും കാര്യങ്ങൾ. ഓൺലൈൻ ന്യൂസ് എല്ലാം നോക്കുമ്പോൾ നമ്മൾ കാണാത്ത വേറൊരു പ്രശ്നമുണ്ട്. എന്താ? അയാളങ്ങനെ തട്ടിപ്പോയാലോ? അല്ല, ഇതേതാ നാടെന്നറിയാലോ? ഇനി അയാൾ തിരിച്ചു വന്നാലോ? എനിക്ക് അയാൾ പണി തരാണ്ടിരിക്കോ? അല്ല, കുത്തിയോളെ ഞാൻ കണ്ടതല്ലേ, അത് പോയി പാർട്ടിക്കാരോടും പോലീസുകാരോടും പോയി പറഞ്ഞാലോ? ബെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇന്റെ ബോഡി പെട്ടെന്ന് ആലപ്പോയിലെത്തും. എടോ, ഇത് എത്രയോ കാലങ്ങളായിട്ട് ഈട് നടക്കുന്ന രാഷ്ട്രീയ പ്രശ്നം. അത് അവർ തമ്മിൽ കൊന്നു തീർത്തോളൂ. നീ ഓനെ കണ്ട്, ഓ ഇന്നെ കണ്ടില്ലല്ലോ, അതിന്റെ ഭാഗ്യ. നീ ഒരു ഉപകാരം ചെയ്യൂ, നീ ഒന്ന് മോള് പോയിട്ടിരിക്കെ, ഞാൻ പുറത്തു പോയിട്ടൊന്ന് അന്വേഷിച്ചിട്ട് വരാം. ചെല്ല്. ഇതെല്ലാം കൂടി മനുഷ്യന്റെ തലയിലായി. വരുന്നതാൻ കണ്ടിട്ടില്ലല്ലോ? അറിയില്ല. എടാ, നമ്മൾ കരുതും പോലെ നല്ല കാര്യങ്ങൾ മൂപ്പർ ഇന്നലെ അപകടം നല്ല തരണം ചെയ്തിനി. രഹസ്യമായിട്ട് അറിഞ്ഞതാ. ഈ സഹതാപ തരംഗം സൃഷ്ടിക്കാൻ വേണ്ടിട്ടേ ന്യൂസ് പുറത്തു വിടാത്തതാ. തിരിച്ചടിക്കണ്ടേ? പോലീസ് മൂപ്പരെ മൊഴി എടുത്തിട്ടില്ല. DYSP പ്രേമേന്ദ്ര സാറിനായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ ചുമതല. അപ്പൊ എന്താന്ന് വെച്ചാല്, മൊഴി എടുക്കുമ്പോ മൂപ്പർ ഇന്നെ പ്രൊട്ടക്ട് ചെയ്ത് പറഞ്ഞാ നീ രക്ഷപ്പെട്ടു. അതൊന്നും നടക്കൂല ബായ്. എങ്ങനെങ്കിലും ഒന്ന് ഹോസ്പിറ്റലെത്തി അയാളെ കാല് പിടിച്ചിട്ടാണെങ്കിലും നിന്റെ കാര്യം പറഞ്ഞ കാര്യം. അയാൾക്ക് മനസ്സലിവാട്ടം തോന്നിയിട്ട് എനിക്ക് അനുകൂലമായിട്ട് മൊഴി പറഞ്ഞാ നീ രക്ഷപ്പെട്ടു. എന്താ? അയാൾക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല. അതൊന്നും എനിക്കറിയില്ല. നിന്റെ മുന്നിൽ ഏക വൈപ്പതേ ഉള്ളൂ. വാ. EMS ഹോസ്പിറ്റലല്ലേ? ആര്? AKG അല്ലേ? ആ, തിരിഞ്ഞു പോയതാന്ന്. ആ, കയറി. കൊളാക്കാണ്ട് കയറി. എന്നാലും നമ്മളെ സഖാവിന്റെ ഒരു അവസ്ഥ വല്ലാത്തൊരു വിധിയായി പോയില്ലേ? എന്താ, സഖാവിനെ കാണാൻ പോന്നെയാ? അല്ലപ്പാ, ആടെയാന്നല്ലോ, അവിടെ ചോദിച്ചതാ. പിന്നെ നമ്മളെ സഖാവല്ലേ, ഇങ്ങനെ കിടക്കുന്നതിന്റെ ഒരു വിഷമവും. ശരിക്കും ഇതൊക്കെ എന്തിനാന്ന് ആലോചിക്കുമ്പോഴാണ്. എന്താ മോന്റെ പേര്? വിഭീഷ്. എന്നേനു മറ്റാർക്കോ വേണ്ടി വിഭീഷ് കൊടുക്കുക? വിഭീഷിന്റെ ജീവൻ വിഭീഷിന്റെ കൂട്ടുകാരൻ കൊടുക്കുക? ഇല്ല, സാധാരണ മനുഷ്യന്മാർക്കത് കഴിയൂല. വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി അവരത് ചെയ്യുന്നു. വേദനയും സഹിച്ച് തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പില്ലാണ്ട് ആ മനുഷ്യനാട് കിടക്കുന്നത് അയാൾക്കോ അയാളെ കുടുംബത്തിനോ വേണ്ടിയിട്ടല്ല. ശത്രുക്കൾ കൊല്ലാൻ നോക്കിയതും അയാളുടെ വ്യക്തിവൈരാഗ്യം വെച്ചുമല്ലല്ലോ, ആണോ? ഇതെല്ലാം കൊണ്ട് തന്നെയാ നമ്മളവരെ സഖാക്കളി എന്ന് വിളിക്കുന്നത്.
ഞാൻ പറഞ്ഞൊന്നും കണ്ണൂരിന്റെ പുറത്തുള്ളവർക്ക് മനസ്സിലാവുന്നില്ല. അത് നിങ്ങളെ കുറ്റല്ല. അയ്യോ നമ്മൾ കണ്ണൂരാരാ ഇവനു അല്ലാടാ. ആ സത്യം. എന്നിട്ടാ EMS AKG മാറിപ്പോയേ. ഏതോ പാർട്ടി ഭ്രാന്തൻ. അത് പോട്ടെ, വാ. ഇതല്ലേ വഴി? എടാ മുമ്പിലൂടെ പോയാ പെടൂ. നീ നേരെ തിരിച്ചറിഞ്ഞ കുഴപ്പാ. നമുക്ക് ബാക്ക് വഴി പിടിക്കാം, വാ. നിന്ന് പരിങ്ങാടത്ത് വേഗം വാ. ഈ കുരിപ്പിനെ ഞാൻ തച്ചു കൊല്ലു. ഉയണ്ടമ്മേ വാ. ഒന്ന് വന്നൂട്. ചെല്ല് ചെല്ല്. ഒറ്റയ്ക്ക് പോണോ? വേണ്ട, പാനൂർ അങ്ങാടിത്തെ മുഴുവൻ ആൾക്കാരെയും കൂട്ടിക്കോ. ധൈര്യമായിട്ട് പോടോ. ആ. ശ്ശോ, ഇതെന്ത് പേടിയാടാ എനിക്ക് പണ്ടാറടങ്ങേ. എനക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല, വാ. മഞ്ഞ കാണിച്ചാടോ. എന്തോട്ടാടാ? പ്രേമത്തെ അയ്യോ. എടാ ഓടുമ്പോ ഒരു വാക്ക് പറഞ്ഞിട്ട് ഓടണ്ടേ? ആടെ CCTV ഉണ്ടായിരുന്നു. എവിടെ? എല്ലാം പോയില്ലേ? നമ്മൾ പെട്ട്. എടാ നീ കാണിക്കുന്ന വിട്ടിത്താണ്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇല്ല വിഭീഷ് ഭായ്, എനിക്കിവിടെ നിൽക്കാൻ പേടിയാ. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. അടി കൊണ്ട് ജാവാൻ എനിക്ക് വയ്യ. എൻ്റെ സാധനങ്ങളെ ആ വാടക വീട്ടിലാണ് ഉള്ളത്, അത് പിന്നെ എടുക്കാം. നിങ്ങളെ ഞാൻ പെടുത്തിയല്ലേ? ആ പെടുത്തി. എന്നിട്ട് ഇനി പോന്നാ? എടാ ഫേസ് ചെയ്യണം. പേടിച്ചോടെ ഇനി ഏടം വരെ ഓടൂ. ഇല്ല ഭായ്. സ്റ്റേഷൻ സാർ? അതെ സാർ. ആ ഉണ്ട്. ഫോൺ ഐഡിയ ഓഫാ. അതെ സാർ, ഇവിടെ റേഞ്ച് ലേശം കുറവാ. ഓക്കെ സാർ, ഞാൻ പറഞ്ഞോളാം. ആരാ? CI നാളെ രാവിലെ 10 മണിക്ക് എന്നോട് SP ഓഫീസിൽ ഹാജരാവാൻ. എന്നാ ഇപ്പൊ ചെയ്യാ? എന്തായി? അവനെ കിട്ടിയോ? ഇല്ലമ്മേ, ഞാൻ വിഭീഷണന്റെ നമ്പറിലേക്കൊന്ന് വിളിച്ചായിരുന്നു. ചേട്ടൻ അവിടെ ഉണ്ട്. ഞാൻ സംസാരിച്ചില്ല. ചേട്ടൻ നല്ല ടെൻഷനിലാ. ചിലപ്പോൾ ഇഷ്യൂ ജോലിയെ ബാധിക്കുന്നൊക്കെയാ പറയണേ. സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ചായ? നോ സർ. അയ്യപ്പദാസ്. യെസ് സർ. താനിരിക്കുക. നിന്റെ കാര്യത്തിൽ ഇന്നലെ തന്നെ ഒരു PR ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. ബട്ട് നൗ ഐ ആം കൺഗ്രാലേറ്റിംഗ് യു. ഫോഴ്സിന് തന്നെ കുറിച്ച് ഓർത്ത് വളരെ അഭിമാനമുണ്ട്. ഗുഡ്. ഇന്നലെ ഈവനിങ് സഖാവിന്റെ മൊഴിയെടുത്തപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത്. അദ്ദേഹം ഒരുപാട് കാര്യമായി തന്നെ കുറിച്ച് സംസാരിച്ചു. തൻ്റെ ഡ്യൂട്ടിയിലുള്ള എഫിഷ്യൻസിയിൽ അദ്ദേഹം വളരെ ഇംപ്രസ്ഡ് ആണ്.
അക്രമികളെ ആരെങ്കിലും ദാസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? ഐ മീൻ, ഇനി കണ്ടാൽ തിരിച്ചറിയാവുന്ന വിധത്തിൽ അങ്ങനെ ആരെങ്കിലും? ഇല്ല സാർ, അവർ മുഖം കവർ ചെയ്തിരുന്നു. യെസ്, നമുക്ക് ടൗണിൽ നിന്ന് കിട്ടിയിട്ടുള്ള CCTV ഫുട്ടേജിലും ഫേസ് കവർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ജീപ്പിന്റെ നമ്പറും ഫേക്കാണ്. നമ്മുടെ മുന്നിലുള്ള വലിയ പ്രശ്നം കോടതിയിലെ CCTV വർക്കിംഗ് അല്ല. ഇത് വളരെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു അറ്റാക്കാണ്. സെയ്താർ പള്ളി കഴിഞ്ഞ് വണ്ടി മിസ്സാണ്. മാഹിയിലേക്ക് കടന്നിട്ടുണ്ടാവും. കേരള പോലീസിനോട് കയറാൻ പറ്റില്ലല്ലോ. പിന്നെ തലായി, ചാലിൽ, മട്ടമ്പുറം എന്നീ ഭാഗത്ത് അങ്ങനെയാവാം. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷൻ ഒന്നുകൂടി സ്ട്രോങ് ആക്കാം. എനിക്ക് പേഴ്സണൽ റിലേഷൻ കൂടിയുള്ള ഒരാളാണ് സഖാവ്. അപ്പം നമുക്ക് അതങ്ങ് പിടിക്കാം. ദാസന്റെ മതി ഇനി അങ്ങോട്ടേക്കെന്ന് സഖാവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ യെസ്, യു മേ ഗോ. വിശദമായി മൊഴിയെടുക്കാൻ ചിലപ്പോൾ ഞാൻ വിളിപ്പിച്ചേക്കും. സർ, ഹലോ, ആ കണ്ടു. ഇല്ല, കുഴപ്പമൊന്നുമില്ല. അത് ഡീൽ ചെയ്യാം, ഞാൻ വിളിക്കാം.